താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം. തിരഞ്ഞെടുപ്പ് വേണമോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങിയത്. താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോനെതിരെ പടയൊരുക്കം തുടങ്ങി. തിരഞ്ഞെടുപ്പ് വേണോ ശ്വേത തുടരണമോ എന്നതിൽ പെൺമക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായ രൂപീകരണത്തിന് ശ്രമം തുടങ്ങി. വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്വേതയെ നേരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരുന്നു. സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങളും വിരുദ്ധ നിലപാടുകളും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഭരണസമിതിയുടെ നിലനിൽപ്പും അഡോക് സമിതിയുടെ നിയമസാധുതയും സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമാക്കിയും അമ്മയിലെ പവർ ഗ്രൂപ്പിനെ കടന്നാക്രമിച്ചും ശ്വേതാ മേനോൻ സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചതോടെ താരസംഘടനയിലെ പോര് വീണ്ടും ചൂടുപിടിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതരാണ് സംഘടനയിലെ ചിലരെ മുൻനിർത്തി തന്നെ അധിക്ഷേപിക്കുന്നതെന്നും താൻ എക്സിക്യൂട്ടീവിൽ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായ ആരെയും സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ അനുവദിക്കില്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതും സംഘടനയുടെ നേതൃത്വത്തിൽ വരാൻ ശ്രമിക്കുന്നതുമായ കുറ്റാരോപിതരുടെ പേരുകൾ ശ്വേത വ്യക്തമാക്കണമെന്ന് മാലാപാർവതി സമൂഹ മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനു താഴെ പരിഹാസ കമന്റുമായി ശ്വേത എത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും സജീവമായി. കുറ്റാരോപിതർ ആരൊക്കെയാണെന്നും ആരെ സംരക്ഷിക്കാനാണ് ചേച്ചി സുപ്രീം കോടതി വരെ പോയതെന്നും ചേച്ചിക്കല്ലേ നന്നായി അറിയൂ എന്നായിരുന്നു മാലാപാർവതിയുടെ പോസ്റ്റിന് താഴെ ശ്വേതയുടെ മറുപടി. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് എൻ്റെതായ ഏറ്റവും സെൻസിറ്റീവായ ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഞാൻ എവിടെയും ചേച്ചി അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. അതല്ലേ ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അച്ഛൻ ഈസ് വെരി സെൻസിറ്റീവ്. അച്ഛൻ മോളാണ് 100%. അച്ഛൻകുട്ടി അച്ഛൻകുട്ടിയാണ്. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പൊ പോയിട്ട് 4 വർഷമായി. സോ ഫോർ മീ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ ഒറ്റ കുഞ്ഞാണ്. സോ അച്ഛൻ വാസ് മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എല്ലാം. സോ അത് എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ. ഐ എം വെരി വെരി ക്ലോസ് ടു മൈ ഫാദർ. അച്ഛൻ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക്. അപ്പൊ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു, നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ നല്ല സ്ട്രിക്റ്റ് പറഞ്ഞാൽ നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ അച്ഛനെ ഭയങ്കര ഹേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ആളുണ്ടാവുമോ. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചും വളർന്നുണ്ട്. അവിടെ എല്ലാരും കുട്ടികളും അച്ഛന്റെ പേരാ എടുക്കുക. ഇപ്പോ ലൈക്ക് ശ്വേത മേനൻ എന്നല്ലേ. അപ്പൊ അച്ഛൻ മെനൻ വെക്കാറില്ല, അമ്മ മെനൻ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് അമ്മയുടെ 2ാം കല്യാണം. അപ്പൊ ഞാൻ അമ്മോട് പറയും അമ്മയെ വിട്ടോളൂ. അച്ഛൻ എപ്പോ അടിച്ചാൽ ഞാൻ അമ്മോട് പറയും അമ്മ ഡിവോഴ്സ് ചെയ്യൂ, ഇയാളെ വിട്ടോളൂ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം, ഈ മെനനുള്ള അച്ഛൻ്റെ അടുത്ത് പോവാം. പിന്നെ മനസ്സിലായത് നമ്മൾ മെട്രിയോക്കൽ സൊസൈറ്റി എന്നാണ് വരുന്നത് കേരളത്തില്, അങ്ങനെയൊക്കെ. സോ അങ്ങനത്തെ എല്ലാം കുറച്ച് മണ്ടത്തരെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ ഈ അച്ഛൻ വേണ്ട, നമുക്ക് ശരിക്കും അച്ഛൻ്റെ അടുത്ത്. ഇയാള് വേണ്ട, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. അച്ഛനപ്പൊ എന്താ പറയാ, അല്ല അച്ഛൻ പിന്നെയാണ് അറിഞ്ഞത്, കുറച്ച് വലുതായപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത്. അച്ഛൻ അത് കുട്ടികളുടെ മനസ്സിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അത്ര അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അവൾക്ക് തോന്നുകയാണ് നിങ്ങളെല്ലാം അവളുടെ അച്ഛൻ നിങ്ങൾ ഭയങ്കര ഈ എയർഫോഴ്സ് ഇവിടെ വീട്ടിൽ കൊണ്ടുവരല്ലേ, അവളെ അടിക്കല്ലേ എന്നൊക്കെയല്ല. ഷീ വാസ് എ വെരി സ്ട്രിക്ട് ഫാദർ, വെരി സ്ട്രിക്ട് ഫാദർ. അച്ഛൻ്റെ ആ ഒരു എയർഫോഴ്സ് അപ്ബ്രിങ്ങിങ് ആയിരുന്നു എൻ്റെ. പക്ഷെ ആ സ്ട്രിക്ട്നെസ് ഒക്കെ ചേച്ചി മറന്നാൽ അച്ഛനെ ഭയങ്കര അല്ല അത് ആ ഒരു ഗ്രോത്ത് ഇല്ലേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. നമ്മൾ ആസ് വി ഗ്രോ നമുക്ക് അറിയോ അറിയാതെ നമ്മള് ഒരു അച്ഛൻ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് എന്നെ ട്രാൻസ്ഫോം ചെയ്തത്. അപ്പൊ ഈ ഫാഷൻ കോൺടെസ്റ്റിനൊക്കെ പോയ സമയത്ത് അച്ഛൻ സമ്മതിച്ചിരുന്നു പോവാൻ? അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, അറിയോ അറിയാതെ. ഇപ്പൊ അച്ഛനെ അറിയുന്ന ആൾക്കാർ ഒരുപാട് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, മോള് അച്ഛന്റെ അനുവാദത്തോടെയാണോ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടല്ലാതെ ഫാഷൻ ചെയ്യുന്നതല്ല, മിസ് ഇന്ത്യ ആയതെല്ലാം. പിന്നെ അതെ, അത് വിശ്വസിക്കുമ്പോൾ അച്ഛൻ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അച്ഛൻ എനിക്ക് തോന്നുന്നു ആ ഒരു ടീനേജ് ആയപ്പോ അച്ഛന് മനസ്സിലായി നൗ ഇറ്റ്സ് ലൈക്ക് നൗ ലെറ്റ് ഹർ ഗോ. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുമ്പോൾ നമ്മളൊന്നും തെറ്റിയില്ല, നമ്മളെല്ലാം ചോദിച്ചിട്ടാ ചെയ്യാം. സോ ഐ വാസ് ലൈക്ക് ദാറ്റ്. സോ ടക്കത് വിട്ടപ്പോ ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്ലാൻ, ദെൻ ഐ ഹാഡ് ടു ഗ്രോ അപ്പ്. അപ്പോൾ ഞാൻ ഗ്രോ ആവണമെങ്കിൽ അച്ഛൻ എന്നെ വിട്ടേ പറ്റൂ, അങ്ങനെയാണല്ലോ പറയാ.
അതെ. ചേച്ചി പക്ഷേ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാം പോയി ചോദിക്കും, അത് ഈ അമ്മ ത്രൂ ഇങ്ങനെ അമ്മ അതൊന്നും അച്ഛനോട് ചോദിക്കുക അങ്ങനെയായിരുന്നു? ഇല്ല, അത് അച്ഛൻ അങ്ങനെ കുറച്ച് അത് ഈ ചാനൽസ് ഒന്നും നടക്കൂല. ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് ഇത് വേണം, അമ്മ അത് ഉണ്ടാക്കിക്കോളൂ, അച്ഛൻ അതൊന്നും നടക്കൂല. വീട്ടില് ഭക്ഷണം കഴിച്ചാൽ എല്ലാരും ഒരേ സാധനം കഴിക്കണം, അങ്ങനെയൊക്കെ. ഓക്കെ. ഈ ഫാഷൻ കോൺടെസ്റ്റിലോട്ടൊക്കെ എനിക്കൊന്ന് സിനിമ ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ കൂടെ കഴിഞ്ഞിട്ടല്ലേ ചേച്ചി പിന്നെ കോൺടെസ്റ്റ് മിസ് ഇന്ത്യ ആയാലോ? പിന്നെ അതിലോട്ടൊക്കെ ഞാനപ്പോ സ്കൂളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മിസ് ഇന്ത്യ ആവുന്നത് പോയത്. അപ്പൊ ആ മൂവിയൊക്കെ കഴിഞ്ഞ പിന്നെ മോഡലിംഗിലോട്ടൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. പക്ഷെ നമ്മുടെ ഐശ്വര്യ ആഗ്രഹമൊന്നുമല്ല. സീ ദ തിങ് ഈസ്, ഇത് അറിയാതെ അൺഫോൾഡ് ആയത്. ഇപ്പൊ ഞാൻ അനശ്വരത്തിൽ വന്നപ്പോ സിനിമയിൽ വരാനുള്ള ഒരു പ്ലാൻ എന്റെ ഫാമിലിയിൽ ഒരാളും വിശ്വസിക്കൂല എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോ അല്ലെ ബാക്ക്ഗ്രൗണ്ടിലോ അല്ല. അക്കാഡമിക് ഫാമിലി നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ ഒരു കാരണവശാലും അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുക, മറ്റേ ജോലിക്ക് പോവാ, ആ ഒരു പ്യോർ ആ പാത്തിലുള്ള ഒരു ഫാമിലി നിന്നാണ് വരുന്നത്. സോ സിനിമ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജാതകത്തിൽ എന്തായിരുന്നു നമുക്കറിയില്ല, അല്ലെ നമ്മൾക്ക് എന്താണ് വിധിച്ചെന്ന് അത് നമുക്കറിയില്ല. അങ്ങനെയാണ് എല്ലാം മാറിക്കൊണ്ടിരുന്നത്. അറിയാതെ എല്ലാം വന്നു. പക്ഷെ നല്ല ട്രാക്കിലൂടെയാ ചേച്ചി ഇത്രയും ആളുകളൊക്കെ അറിയുന്ന ഒരാളാണ്. അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോ ആൾക്കാർ എന്നെ അറിയണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബിസിനസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വീട്, ഒരു കാറെല്ലാം വാങ്ങണം, എന്റേതായ ഉണ്ടാവണം എന്നൊക്കെ ഉണ്ടായിരുന്ന ആഗ്രഹം. വീടുകളായി, വണ്ടികളായി, എല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അത്ര ഹാർഡ് വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാർഡ് വർക്ക് അല്ല ഇപ്പോഴാണ് അതെന്താ ചേച്ചി? ഇപ്പൊ ഇറ്റ്സ് മോർ ഹാർഡ് വർക്ക്. എനിക്ക് തോന്നുന്നു സിനിമയല്ല ഇത്ര ഡിഫിക്കൽട്ട്, ഇറ്റ്സ് ദ ഹോൾ തിങ്. സോഷ്യൽ മീഡിയ ആ ഒരു ഇതുണ്ടല്ലോ, ഇറ്റ്സ് എ 24/7 ജോബായി മാറി. യുനോ, ഞാൻ വരുന്നത് ഓൾഡ് സ്കൂളിലാണ്. ജോലി ചെയ്യുക, നമുക്ക് നമ്മളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു ജീവിതം ഉണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. എനിക്ക് പിന്നെയുണ്ട്, ബിക്കോസ് എനിക്ക് സോഷ്യൽ മീഡിയ വേണം. പക്ഷെ സോഷ്യൽ മീഡിയ 100% ആയാൽ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഐ ബിലീവ് നമുക്കൊരു നമ്മളുടേതായ ഒരു സ്പേസ് എപ്പോഴും വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേച്ചി ആക്റ്റീവ് ആണോ സോഷ്യൽ മീഡിയ? ഞാൻ കാണുമ്പോ അവളിനി വളർന്നു വരുമ്പോ അവളാണ് എന്നെ ഇതില് ആക്ച്വലി ഞാൻ ഒരു വർഷം പ്ലസ് ആണ് എനിക്ക് ബ്ലൂടിക്ക് ആയി വന്നത്. അതിനു മുമ്പൊന്നും ഞാൻ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നില്ല. അതും മോള് ഈ കോവിഡ് സമയത്താണ് മോള് അമ്മ യു ഷുഡ് പുട്ട് ഫോട്ടോസ് ആൻഡ് ഓൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു 5 വയസ്സിലെ കുഞ്ഞിനും അറിയാം ഇൻസ്റ്റാഗ്രാം എന്താണ് എന്നൊക്കെ. പിന്നെ അവള് സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമ്മള് ഇപ്പോ അണ്ടർ പേരന്റൽ ഗൈഡൻസ് അല്ലേ, അപ്പൊ എന്തായാലും അതൊരു 16 വരെ നത്തിങ്. ഒരു കാരണവശാലും അത് പറ്റില്ല, അത് നടക്കൂല. ചോദിച്ചു വരണ്ട, അവള് ചോദിച്ചിട്ടുണ്ട്. സ്ട്രിക്ട്ലി നോ ആണ്. No. Only till 16. After 16, let her do whatever she wants to do. അപ്പൊ ഇനിയിപ്പോ വരാൻ പോണ ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആസ് എ മദർ ചേച്ചിക്ക് അവള് വളർന്നു വരുമ്പോ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇപ്പൊ കറന്റ്ലി നമ്മൾ കുറെ ന്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ ഈ സ്ട്രിക്റ്റ് ആണെങ്കിൽ അത്ര ഹൈപ്പറും ആണ്, ഓവർ ഇമോഷണൽ ആണ്. ആൻഡ് എനിക്ക് ഭയങ്കര ബാധിക്കുന്ന ഒരു ഇതാണ്. ശ്രീയും അങ്ങനെയാണെങ്കിലും ശ്രീന്റെ വേറെ രീതിയിലാണ് ഹാൻഡ്ലിങ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. ഞാൻ ഹൈപ്പർ ആവും ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അവൾക്ക് എന്തൊക്കെയാ ജ്ഞാനം കൊടുക്കാൻ പറ്റുക കൊടുക്കുക. ദെൻ യുനോ വി കൻ ഓൺലി പ്രൊട്ടക്ട് ഹർ. പക്ഷെ എത്ര വരെ ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു മദറാണ്. വി ടോക്ക് എവറിത്തിങ്. നമ്മുടെ കോൺടെസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഐശ്വര്യ റായ് സുഷ്മിത സെന്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത് 3rd റണ്ണറപ്പ് ആയി ചേച്ചി. ഇപ്പൊ അതൊക്കെ ആലോചിക്കാൻ സെക്കൻഡ് റണ്ണറപ്പ് അപ്പൊ ഐശ്വര്യ റായുടെ കൂടെ കോമ്പീറ്റ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഐശ്വര്യ റായ് ആരാണെന്ന് അതിന്റെ മുമ്പേ അറിയണ്ടായിരുന്നില്ല. ഷി വാസ് ഓൾറെഡി, ബിക്കോസ് ഞാൻ കോഴിക്കോട് പോയത്. ഓൾവേസ് റിമെമ്പർ ഞാൻ കോഴിക്കോട്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ അങ്ങനത്തെ ഒരു മീഡിയ എക്സ്പോഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തിയപ്പോഴാണ്. അപ്പൊ ഞാൻ ഐശ്വര്യന്റെ റൂമിലായിരുന്നു. ഞാൻ ഐശ്വര്യ ഒരു റൂമില്, അടുത്ത റൂമിലാണ് സുഷ്മിതയും ഞാനും എയർഫോഴ്സ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനായിരുന്നു. ആഷ് ആണെങ്കിൽ ഓൾറെഡി സൂപ്പർ മോഡൽ ആയിരുന്നു. ഷി വാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്.
അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ അയൽവാസി ആൾക്കാരുടെയും അവരുടെ എല്ലാവരുടെയും ഡ്രസ്സാണ് കൊണ്ടുപോയത്. അവളുടെ എല്ലാം ശീതളുടെ ഹേമന്ത് ത്രിവേദി ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസ്, ഡിസൈന് വേറെ അങ്ങനെയൊക്കെയാണ് അവൾ ഇടുണ്ടായത്. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലെ നാടകീയ സംഭവങ്ങൾക്കും രാജ്യവിവാദങ്ങൾക്കും പിന്നാലെ വീണ്ടും കുറിപ്പുമായി ശ്വേതാ മേനോൻ എത്തി. തന്റെ യുദ്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണെന്നും താൻ ഉള്ളിടത്തോളം കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ലെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. അക്കാര്യം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. സംഘടനയിലെ ചിലരെ മുൻനിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതർ എന്ന തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചു. അവർക്കെതിരായ തന്റെ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇരകളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് മാധ്യമ ശ്രദ്ധ നേടാനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടിയായിരുന്നില്ല എന്നും ശ്വേത പറയുന്നു. ചിലരുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുപടി പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നും ശ്വേത ആരോപിച്ചു. BJP ആഭിമുഖ്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കും ശ്വേതാ മേനോൻ മറുപടി നൽകി. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വരുന്നു എന്ന ആരോപണത്തിന്റെ യുക്തി എന്താണെന്നാണ് ശ്വേതാ മേനോൻ ചോദിക്കുന്നത്. ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരിയാണെങ്കിൽ അത് മറച്ചുവെക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഇല്ല. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ CPIM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള നിരവധി അംഗങ്ങളുണ്ട്. അവരിൽ ഒരാളും ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ചിലർ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമായി പറയട്ടെ, അമ്മയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്കെതിരെ തുടർച്ചയായി അപവാദം പ്രചരിപ്പിക്കുന്നവരോട് എന്റെ അഭ്യർത്ഥനയെന്നും ശ്വേതാ മേനോൻ കുറിച്ചു. ഭയപ്പെടുകയോ കീഴ്പ്പെടുകയോ പിന്മാറുകയോ ഇല്ല, സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്നും ശ്വേത പറയുന്നു. അമ്മ സംഘടന ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമാധ്യമങ്ങളുടെ നിരത്തിലാണ്, മാധ്യമത്തിന്റെ മുന്നിൽ തന്നെയാണ് ശ്വേതാ മേനോൻ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് മാറിയത്. എന്നാൽ അതിന് പിന്നാലെ ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ രാജിവെച്ചിട്ടില്ലെന്നും താൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്നും അഡോ കമ്മിറ്റിക്ക് ഈ നയിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് ശരിക്കും കണ്ട് ബാക്കി എല്ലാവരുമാണ് ഞെട്ടിയത്. കാരണം ശ്വേതയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് രാജിവെച്ചിരുന്നു, മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ശരിക്കും ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചിട്ടില്ല, ഇതെന്റെ രാജിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ വരെ ഇവര് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ BJP ഓഫീസ് ഉദ്ഘാടനത്തിന് ദേവനും ശ്വേതാ മേനോനും ഒന്നിച്ചെത്തുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ഈ വീഡിയോ വൈറലാകുന്ന സാഹചര്യത്തിൽ അതിൽ അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ദേവൻ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്വേതാ മേനോൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ അത്രയ്ക്കൊന്നും ശ്വേതാ മേനോൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ആദ്യത്തെ ആവേശത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടി നിന്നപ്പോൾ ശ്വേതാ മേനോൻ ഇതിൽ നിന്നും രാജിവെക്കുകയാണ്, എനിക്കിനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും രാജിവെച്ചു. മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന പേരിലാണ് രാജിക്കത്ത് കൊടുത്തത്. ഔദ്യോഗികമായി തന്നെയാണ് ഇവരെല്ലാവരും രാജിവെച്ചത്. എന്നാൽ ശ്വേതാ മേനോൻ ആണെങ്കിൽ രാജിവെച്ചത് ഔദ്യോഗികമായിട്ടല്ല, ഈ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ രാജിയല്ല എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അതേസമയം താരസംഘടനയായ അമ്മ പിരിച്ചുവിടണമെന്ന സുധാകരന്റെ ആവശ്യത്തിനെതിരെയും നടൻ ദേവൻ സംസാരിച്ചു. അറിവില്ലായ്മ കൊണ്ടാണ് സുധാകരൻ അങ്ങനെ പറയുന്നതെന്നും സംഘടനയെക്കുറിച്ച് പഠിച്ചിട്ട് അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്ന് പറയുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ടു. സുധാകരനെ പോലെയുള്ള ആൾക്കാരെ. അദ്ദേഹം അമ്മ സംഘടന എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഒരുപാട് അവശ്യ കലാകാരന്മാരുടെ അത്താണിയാണ്. എല്ലാ മാസവും 1-ാം തീയതി അമ്മയിൽ നിന്നും വരുന്ന മെഡിക്കൽ കിറ്റും 5000 രൂപയുടെ ചെക്കും കാത്തിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. അമ്മയെ പിരിച്ചുവിടണമെന്ന് പറയുന്ന സുഹൃത്തുക്കളായ രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾ ശരിക്കും അമ്മയെ പഠിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ എന്നാണ് ദേവൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത കാര്യങ്ങളാണ് അമ്മ സംഘടനയിൽ നടക്കുന്നതെന്നും സമൂഹത്തിൽ യാതൊരു സ്വാധീനവും സംഘടന ചെലുത്തുന്നില്ല എന്നുമായിരുന്നു സുധാകരൻ പറഞ്ഞത്. മോഹൻലാലും മമ്മൂട്ടിയും ഇടപെട്ട് സംഘടന പിരിച്ചുവിടണമെന്നും സംഘടനയുടെ ഒരു ആവശ്യവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്.
അമ്മയിൽ നിന്നും രമേശ് പിഷാരടി പിന്മാറിയത് ഒരു വലിയ വാർത്തയായിരുന്നു. കാരണം എല്ലാവരും രാജിവെക്കുന്ന സമയത്ത് രമേശ് പിഷാരടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ഒരു MLA കൂടിയാണ് അദ്ദേഹം. എല്ലാവരെയും ഫോൺ വിളിച്ച് എല്ലാവരോടും അതൊരു രമ്യതയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഇതിനിടയ്ക്ക് ശ്വേതാ മേനോനെ വിളിച്ച ഫോൺ കോള് ശ്വേതാ മേനോൻ ചോർത്തി. ആ ഫോൺ കോളിലെ ഇവരുടെ സംഭാഷണം വൈറലായി. അത് പിഷാരടിക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതോടെ താൻ ഇനി വരില്ല, താൻ രാജിവെക്കുകയാണെന്നും ഇത് രാജിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് താൻ വരില്ല എന്നും ശ്വേതാ മേനോനെ കുത്തിക്കൊണ്ട് തന്നെ പിഷാരടി പറയുകയും ചെയ്തിരുന്നു.